സാർ എന്റെ പേര് ആശിഷ് എന്നാണ്. സ്ഥലം കൊല്ലം. ഒന്ന് ഫേസ് തന്നോളൂ. ഓക്കെ, പറഞ്ഞോളൂ ആശിഷ്. സ്ഥലം കൊല്ലത്താണ്. ഞാനിപ്പം കൊല്ലം കുണ്ടറ. ഓക്കെ ഓക്കെ. ഞാനാണെങ്കിൽ 2021 ജൂൺ ആ ബാച്ചിലായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റുകൾ 2-4 കിട്ടി, അത് ജസ്റ്റ് വായിച്ചിട്ടൊക്കെ ഉള്ളു, അല്ലാതെ സീരിയസ് ആയിട്ട് ഇതുവരെ അതിനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ നെക്സ്റ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ തൊട്ടടുത്തുണ്ടെങ്കിൽ ചെവിക്കൊന്ന് നുള്ളി എന്ന് വിചാരിച്ചോളൂ. കിട്ടി. ചെവിക്ക് ഞാനൊന്ന് നുള്ളി എന്ന് അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. ഓക്കെ. ഞാൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ആശിഷിന് ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്? ഒരു തവണ വന്നായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ ചാനൽ ഫോളോ ചെയ്തത്. താങ്കൾ എന്നെ ഒരു കൊല്ലം മുമ്പേ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഗ്രൂപ്പിൽ ഒരു കൊല്ലം ആയില്ല, പക്ഷെ ഒരു 1.5 മാസം ആയതേ ഉള്ളൂ. ശരി. നമ്മൾ മുമ്പേ ബന്ധപ്പെട്ടിരിക്കുകയും ഞാൻ ഇൻഫർമേഷൻ അയക്കുകയും കഴിഞ്ഞ 10 പ്രോഗ്രാമിനും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലുള്ള ഉത്തരം താങ്കൾ ഇമെയിൽ ചെക്ക് ചെയ്യുക. നിർബന്ധമായും ഇമെയിൽ ചെക്ക് ചെയ്യുക. അതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം. എല്ലാവരും, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇമെയിൽ ചെക്ക് ചെയ്യുക. വാട്സപ്പിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, SMS ആക്ടിവേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. പണ്ടൊക്കെ SMS പരസ്യം വരുമായിരുന്നു, ഇപ്പോഴും പരസ്യം വരുന്നുണ്ട്. പക്ഷെ പരസ്യം ഇപ്പൊ പകുതി 90% ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. SMS തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ SMS ആക്ടിവേറ്റ് ആണ് എന്ന് ചെയ്യുക. രജിസ്റ്റർ ചെയ്യപ്പെട്ട മൊബൈൽ നമ്പർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പും വരുത്തുക. അപ്പൊ എല്ലാം ഇഗ്നോ മെറ്റീരിയൽസ് തരും, അല്ലെങ്കിൽ നോട്ട്സിനെ ഭംഗിയായിട്ട് ഫോളോ അപ്പ് ചെയ്തോളൂ, കാര്യങ്ങൾ നടക്കും. ഓക്കെ. ഇനി ടെക്സ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൃത്യമായി വരും, വിഷമിക്കാതെ നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്കാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞിട്ട് നാളെ എനിക്കൊന്ന് പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള സഹായം ചെയ്തു തരാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത ഒരാൾ. സർ, ഞാൻ ആശയാണ്. വന്നോളൂ. സാർ, എനിക്കൊരു സംശയം എന്താന്ന് വെച്ചാൽ, നമ്മൾ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി സെന്റർ വഴിയാണോ, അതോ എങ്ങനെയായിരിക്കും അത്? അസൈൻമെന്റ് ഇതൊക്കെ ആശാമേം ഏതാണ് പ്രോഗ്രാം? MSO അല്ലേ? ഞാൻ MAPC ആണ്. MAPC. അയ്യോ, നിർബന്ധമായും നിങ്ങൾ പ്രോഗ്രാം ഗൈഡ് വായിച്ചിട്ടില്ലേ? ഇല്ല, ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ സാർ. ഓക്കെ. ബേജാറാകണ്ട. ഇതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. ഒരു വലിയ മല നമ്മുടെ അടുത്തേക്ക് വരില്ല. വീണ്ടും നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ പറയുന്നത്, നിങ്ങൾ സ്റ്റഡി സെന്ററിനെ പഴിചാരണ്ട, റീജിയണൽ സെന്ററിനെ പഴിചാരണ്ട. എല്ലാ റിസോഴ്സസും നമുക്ക് ലഭ്യമാണ് ഇഗ്നോയുടെ സൈറ്റില്. നമ്മളാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് പോസ്റ്റ് തരുന്നത് പോലെ, ആശാ വർക്കർ വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യം സെൻസസ് എടുക്കുന്നത് പോലെ, ഏതെങ്കിലും നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടീം വന്ന് പ്ലാസ്റ്റിക് പെറുക്കിക്കൊണ്ടു പോകുന്നത് പോലെ, നിങ്ങളുടെ അടുത്തേക്ക് അറിവ് വിൽക്കാൻ അല്ലെങ്കിൽ അറിവ് തരാൻ ആരും വരില്ല എന്ന് മനസ്സിനെ സ്റ്റഡിയാക്കി നിർത്തിക്കോളൂ. നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ സാർ? നമ്മുടെ റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള സ്റ്റഡി സെന്റേഴ്സ് നമുക്ക് എവിടെയെങ്കിലും ചെല്ലാൻ പറ്റുമോ? നമുക്ക് നിങ്ങൾ ആശാ കുര്യാക്കോസ് ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? MAPC. അപ്പൊ കൊച്ചിൻ റീജിയണൽ സെന്റർ ഞാൻ പല പ്രാവശ്യം വിളിക്കാൻ നോക്കി. അപ്പൊ നമുക്ക് സ്റ്റഡി സെന്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ എടുത്തു? ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി സ്വയം അല്ലേ ചെയ്തത്? അല്ല, ഞാൻ അടുത്തുള്ള ജനസേവന കേന്ദ്രം വഴിയാണ്. അടുത്തുള്ള ജനസേവന കേന്ദ്രത്തിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞാൽ താങ്കളാണല്ലോ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. അതെ. അപ്പൊ നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങളല്ലേ പോയി അഡ്മിഷൻ എടുത്തത്, അല്ലാണ്ട് ജനസേവന കേന്ദ്രം നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നതല്ലല്ലോ. അല്ല സാർ, നിങ്ങളാണ് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പാവയെ പോലെ ഇരുന്നു, നിങ്ങൾക്ക് വേണ്ടി ആരോ കയറി മേഞ്ഞു.
ഇല്ല സാർ, അത് ഞാൻ എന്റെ അറിവോടുകൂടി തന്നെയാണ്. അപ്പൊ എനിക്ക് അപ്പൊ സ്റ്റഡി നിങ്ങളാണ് സെന്റർ. അതിന്റെ ഉത്തരവാദി. ഓക്കെ സാർ. അപ്പൊ നമ്മൾ എങ്ങനെ വലിയ ഒരു പ്രസ്ഥാനമായ ഇഗ്നോയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? ഇല്ല 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 ഇല്ല. നമ്മളാണ് നമ്മുടെ അജ്ഞത മറ്റുള്ളവർ മുതലാക്കുന്നു. ഓക്കെ സാർ. അപ്പൊ നമ്മളാണ് ഓവർകം ചെയ്യേണ്ടത്. ഇനി പരിഹാരത്തിന് മുബാറക് മാഷിനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നാളെ വാട്സപ്പ് ചെയ്തോളൂ. താങ്കളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെ പബ്ലിക് പ്രസ്താവനകളാണ് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ. സർ, ഒരു സംശയം കൂടി. മഞ്ജു മാം വന്നോളൂ. സർ, ഇപ്പൊ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് ഈ റിസോഴ്സസിൽ എന്ന് പറഞ്ഞില്ലേ സർ? അപ്പൊ അതില് നമ്മളുടെ കോഴ്സിന്റെ ആ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് അങ്ങനത്തെ. അപ്പൊ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ഇപ്പൊ കടക്കാം. എന്തായാലും മഞ്ജു മാം ചോദിച്ച ആ ഒരു മേഖലയിലേക്ക് നിലവിലുള്ള അംഗങ്ങളെ വെച്ച് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ തയ്യാറായിക്കോളൂ. എല്ലാവരും എഴുതിയെടുക്കാൻ തയ്യാറായിക്കോളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? സ്റ്റുഡന്റ് ഇഗ്നോയുടെ ടാബിലെ ഹോം പേജില്, ഇഗ്നോയിലെ ഹോം പേജിൽ 4ാമത്തെ ബട്ടൺ, ഇഗ്നോയിലെ ഹോം പേജിലെ 4ാമത്തെ ബട്ടൺ സ്റ്റുഡന്റ് സപ്പോർട്ട്. ആ സ്റ്റുഡന്റ് സപ്പോർട്ടിലെ സ്റ്റുഡന്റ് സോൺ, നേരത്തെ ഉള്ളത് ഒന്നും കൂടി ഓർത്താ മതി. സ്റ്റുഡന്റ് സോൺ, ആ സ്റ്റുഡന്റ് സോണിലെ 9ാമത്തെ വരി 3ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ, ലാസ്റ്റ്. ഓക്കെ, ഒടുക്കം, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. പക്ഷെ കോടികളാണ് അതിന്റെ അകത്തുള്ളത്. ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഓക്കെ, അതായത് 9x3 എന്ന് എഴുതിക്കോളൂ. 9ാമത്തെ വരി 3ാമത്തെ കോളത്തിലെ ലാസ്റ്റ് ഉള്ള വൺ ലൈബ്രറി ഓൾ ഓഫ് ഇന്ത്യ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എഴുതിയെടുത്തോളൂ. 9x3 നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. അതിനെ പറ്റിയാണ് ഇനി നമുക്ക് വിശദീകരിച്ച് പറയാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു 12 എണ്ണം. അതിൽ ഏറ്റവും പ്രാധാന്യം ഇതുവരെ നമ്മൾ സ്വയംപ്രഭ ചാനലിലെ വീഡിയോസ് നോട്ട്സ് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് റാങ്ക് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ള വീഡിയോ പരമ്പര ഇപ്പൊ നോട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോപ്പ് റാങ്ക് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ള വീഡിയോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു സീരീസ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അതിലാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. 9x3 വൺ ലൈബ്രറി ഓൾ ഓഫ് ഇന്ത്യ. അതായത് അതിൽ ആ വണ്ണും ആൾ ഓഫും എടുത്തു കളയൂ. 1 എന്നുള്ളതും ഓൾ ഓഫും എടുത്തു കളഞ്ഞാൽ ബാക്കിയുള്ളത് ലൈബ്രറി ഇന്ത്യ, ഇന്ത്യൻ ലൈബ്രറി. കോടിക്കണക്കിലെ ഇൻഫർമേഷൻ റിസോഴ്സസ് ഉള്ള ഇന്ത്യൻ ലൈബ്രറിയിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ പോകാം. ക്ഷീണിതരായി തിരിച്ചു വരാം. പക്ഷെ നല്ല ആർട്ടിഫിഷ്യൽ, വളരെ മനോഹരമായ, നല്ല ഒരു എസ്തെറ്റിക് സെൻസോടുകൂടി, മനോഹരമായി അല്ലെങ്കിൽ മനോഹാരിതയോടുകൂടി അതിന്റെ അകത്തേക്ക് വളരെ ഭംഗിയായി നമ്മൾ ചിട്ടയോടുകൂടി പോയാൽ, ഓർഗനൈസേഷൻ പവറോടുകൂടി പോയാൽ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി വിചക്ഷണന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു നൂലുണ്ട, ഒരു നൂലുണ്ടയിൽ നിന്ന് നൂല് അഴിച്ചെടുത്ത് മനോഹരമായ ചിത്രപ്പണി ചെയ്യുന്നത് പോലുള്ള മനോഹരമായ ഒരു പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ. നിർവചനമാണ്. ഒരു നൂലുണ്ടയിൽ നിന്ന് നൂല് വലിച്ചെടുത്ത്
മനോഹരമായ ഒരു തൂവാലയിലോ പില്ലോ കവറിലോ നല്ല മനോഹരമായ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ഹൃദയമോ എന്നിട്ട് കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്കാനോ ചെയ്യുന്ന ആ ഒരു മനോഹരമായ ആ ഒരു ചിത്രപ്പണിയില്ലേ, അത്രയും മനോഹരമായ ഒരു പണിയാണ്. അത്രയും കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസം. അല്ലെങ്കിലോ എല്ലാം നൂലും ചുറ്റിപ്പിണഞ്ഞ് ആകെ ഇങ്ങനെ ആയിട്ട് ചുറ്റിപ്പിണഞ്ഞ് വല്ലാണ്ട് ഒരു അവസ്ഥയിൽ കിടക്കും. ഈ വല്ലാണ്ടിരിക്കുന്ന അവസ്ഥയെ നേരെയാക്കാൻ 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ജീവിതത്തിൽ 1ാം ക്ലാസ് മുതൽ കണക്ക് പഠിക്കുന്നത് സോൾവ് ദി പ്രോബ്ലം സോൾവ് ദി പ്രോബ്ലം സോൾവ് ദി പ്രോബ്ലം എന്നാണ്. ലഘൂകരിക്കുക 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 എന്നാണ്. നമ്മൾ എല്ലാം ലഘൂകരിക്കാൻ വേണ്ടിയാണ് നമ്മെ മാത്സ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. പർവ്വതീകരിക്കുകയല്ല, ലഘൂകരിക്കുകയാണ് വേണ്ടത്. അവിടെ ഒരു ഓർഗനൈസേഷൻ സ്കിൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ നമ്മുടെ മുമ്പിൽ വരണം. അപ്പോ ലൈബ്രറി ഇന്ത്യയിലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റഡി അറ്റ് ഹോം എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. സ്റ്റഡി അറ്റ് ഹോം, അതിന്റെ ചുവട്ടിൽ 7 സുപ്രധാനമായ ലിങ്ക് ഉണ്ട്. ആ 7 ലിങ്കില് ആദ്യത്തെ 2 ലിങ്ക് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ചിലപ്പോൾ അവസാനത്തെ 4 എണ്ണമായിരിക്കും നമുക്കുള്ളത്. ആ 7 ലിങ്ക്, അതിൽ 1ാമത്തെ ലിങ്ക് നിങ്ങളുടെ കുട്ടികൾക്കുള്ളതാണ്. അമ്മയും അച്ഛനും മകനും മകളും മരുമകളും എല്ലാവരും ഇരുന്ന് പഠിക്കാനുള്ളതാണ് ലൈബ്രറി ഇന്ത്യ. അതിന്റെ അകത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രീ പ്രൈമറി കുട്ടികൾ മുതൽ +2 വരെ ഉള്ള കുട്ടികൾക്ക് സ്കൂൾ എന്ന് പറയുന്ന 1ാമത്തെ ടാബ്, CBSE ICSE വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 2ാമത്തെ ടാബ്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പോളിടെക്നിക് ITI മുതൽ ITI ITC പോളിടെക്നിക് NCVT പിന്നെ നമ്മളുടെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ MTech വരെ, അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ വരെ 3ാമത്തത് എഞ്ചിനീയറിംഗ്, 4ാമത്തത് സയൻസ് മെഡിക്കൽ എന്നുള്ള വിഭാഗത്തിലെ എല്ലാ കോടിക്കണക്കിലെ ഇൻഫർമേഷൻസ് ആണ് ഓരോന്നിലും ഉള്ളത്. സയൻസ്, അതിലെ BSc മാത്സും നമുക്ക് കിട്ടും, എൻവയോൺമെന്റൽ സയൻസും നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. എല്ലാം 4ാമത്തതിൽ കിട്ടും. 5ാമത്തത് ഹ്യൂമാനിറ്റീസ്, എല്ലാ സോഷ്യൽ സയൻസ് ഐറ്റംസും ഹ്യൂമാനിറ്റീസ് ഐറ്റംസും നമുക്ക് ഇതിന്റെ അകത്തേക്ക് കൃത്യമായി കിട്ടും. ഒരു 40 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റും. പക്ഷെ സമയം അനുവദിച്ചാൽ അപ്പൊ നിങ്ങൾ പറയും, അല്ലെങ്കിൽ എന്റെ വീഡിയോയുടെ ചുവട്ടിൽ വന്ന് ബുദ്ധിമാന്മാർ, ഞാൻ ആ വാക്കാണ് പറയുന്നത്, ബുദ്ധിമാന്മാർ, അവരൊക്കെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരാണ്, റാങ്ക് ഹോൾഡേഴ്സ് ആണ്. താഴെ വന്ന് അവർ കമന്റ് ചെയ്യും, ഈ കിളവൻ എന്താണ് പുലമ്പുന്നത് എന്ന്. എന്നെ സത്യത്തിൽ ഹർട്ട് ചെയ്തിട്ടുണ്ട് ആ വാക്ക്. അതുകൊണ്ടാണ് ഞാനത് വളരെ രസകരമായി അത് വീണ്ടും വീണ്ടും അയാൾ കേൾക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ അതിന്റെ അകത്ത് ആഴത്തിൽ നമുക്ക് കിട്ടും. ഡിഗ്രി തലം മുതൽ PhD തലം വരെ എല്ലാ ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങളും ആർച്ചീവായിട്ടും ലൈവായിട്ടും ഷെഡ്യൂൾഡ് ആയിട്ടുമുള്ള ക്ലാസുകൾ, അതായത് അപ്കമിങ് ക്ലാസസ്, കറണ്ട് ക്ലാസസ്, ആർച്ചീവ്ഡ് ക്ലാസസ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് കിട്ടും. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ 3 നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. നാളെ നടക്കാൻ പോകുന്നത്, അപ്കമിങ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, കറണ്ട്, കഴിഞ്ഞു പോയത്, ആർച്ചീവ്ഡ്, ഈ 3 ഇൻഫർമേഷനും നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. 5ാമത്തതിലെ ഹ്യൂമാനിറ്റീസ്, 6ാമത്തതിലെ ലിറ്ററേച്ചർ, സാഹിത്യ ലോകം, അവിടെ ഇംഗ്ലീഷ് മുതൽ ഉറുദു സാൻസ്ക്രിറ്റ് വരെ എല്ലാ സംഭവവും നമുക്ക് അതിന്റെ അകത്തേക്ക് വരും. ലിറ്ററേച്ചർ 6. കുമാരനാശാന്റെ കവിതകൾ അതിന്റെ അകത്തേക്ക് പൊക്കോളും ഉണ്ട്, ഞാൻ കണ്ടതാണ്. എല്ലാ ഭാഷയിലും അതിന്റെ അകത്തുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്നതും ഇതുവരെ ലിപി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭാഷയുടെ അടക്കം ഇൻഫർമേഷൻസ് അതിന്റെ അകത്തുണ്ട്. ലിപി ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ സംഗീതമുണ്ട്, അതും അതിന്റെ അകത്തുണ്ട്. എല്ലാം നമുക്ക് അതിന്റെ അകത്തേക്കുണ്ട്. 7ാമത്തത് വളരെ സുപ്രധാനമായ ലോ ആൻഡ് മാനേജ്മെന്റ്, രണ്ടിനെയും ഒന്നിപ്പിച്ചിരിക്കുകയാണ്, ലോ ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ കൊമേഴ്സ് വിഭാഗം, മാനേജ്മെന്റ് വിഭാഗം, ബിസിനസ് സ്റ്റഡീസ് വിഭാഗം എല്ലാം ലോ എന്നുള്ളതെല്ലാം ഈ 7ാമത്തെ ലിങ്കിലാണ് ഉള്ളത്. അത്രയും ബൃഹത്തായ പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ,
അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കോടിക്കണക്കിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്. അതിലെ നമുക്ക് ആവോളം മതിയാവോളം നമുക്ക് വാരിക്കോരി നമുക്ക് രുചിക്കാം. ആ രുചിയിലൂടെ നമുക്ക് പുതിയ അനുഭവങ്ങൾ സ്വായത്തമാവുകയാണ്. ആ അനുഭവങ്ങൾ ജീവിതത്തിന്റെ അംശമാക്കി നമ്മൾ മാറ്റുകയും നാളെ ഒരു നൂതനമായ സന്ദർഭത്തിൽ നമ്മൾ അത് പ്രയോഗിക്കുകയും അങ്ങനെ നമ്മളിലൂടെ കുറച്ചു പേർ നന്നാവുകയും. അപ്പൊ നമ്മൾ നന്നാവണം. ആദ്യം നമ്മൾ നന്നാവണം. നമ്മൾ അറിയണം. നമ്മളിലൂടെ കുറച്ചു പേർക്ക് ചില ഇൻഫർമേഷൻസ് കൊടുക്കുകയും അങ്ങനെ അവർക്ക് അത് ജീവിതത്തിൽ ചില പുണ്യമായി മാറുകയും അത് അടുത്ത തലമുറയിലേക്ക് പോവുകയും അങ്ങനെ ഉള്ള ഒരു മെന്ററായി മാറാൻ നമുക്ക് എല്ലാവർക്കും ജഗദീശൻ കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര തന്നെയാണ്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഹൗ ക്യാൻ ഐ സ്റ്റഡി ത്രൂ ഇഗ്നോ? കയ്യിൽ സ്വർണം വച്ചിട്ട് വെറുതെ കുറ്റപ്പെടുത്തി നടക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റേ ബാങ്കിൽ പോയിട്ട് പലിശക്ക് കടമെടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സ് കൃത്യതയോടുകൂടി നമ്മുടെ മുമ്പിൽ തന്നിട്ടുമുണ്ട്. കേവലം നാമമാത്രമായ ഫീയെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ആ ഫീക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകുന്നു. പക്ഷെ എന്താണ് ഒരു ചെറിയ ദോഷം? അവരാരും വന്ന് നമ്മളോട് ഇതുപോലെ പറയുന്നില്ല എന്നുള്ള ഒരു ചെറിയ വിഷമമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. ആ വിഷമം എനിക്കും ഉണ്ട്. അവരാരും നേരിട്ട് വന്ന് നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ സത്യത്തിൽ അവർ പറയുന്നുണ്ട്. അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. സത്യത്തിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പതാ ടിവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സിലാണ്. ടിവിയിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. എക്സ് എന്നുള്ള ചാനലിലെ ഇന്ന പ്രോഗ്രാം നടക്കുന്നു, വൈ എന്നുള്ള ചാനലിലെ ഇന്ന പ്രോഗ്രാം നടക്കുന്നു, ഇസഡ് എന്നുള്ള ചാനലിലെ മറ്റൊരു പ്രോഗ്രാം നടക്കുന്നു. പക്ഷെ നമ്മൾ വേറെ ഒരു പ്രോഗ്രാമിലാണ്. പക്ഷെ അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ അധികാരമില്ലല്ലോ. അതുപോലെ നമ്മൾ ചിലത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ നമ്മളുടെയാണ് പിഴവ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഊന്നൽ കൊടുക്കേണ്ട മേഖലയിൽ കൃത്യമായ ഊന്നലുകൾ കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലേക്ക് മറ്റവരാരും വരില്ല. നമ്മൾ തന്നെ ഇറങ്ങിച്ചെല്ലണം. അതിനുള്ള വലിയ കൈത്താങ്ങ് എന്നാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിന്മാരുടെയും കൂടി സഹായത്താൽ, നമ്മുടെ ദീപിക മാം, നമ്മുടെ മഞ്ജു മാം, നമ്മുടെ മുബീന മാം, അതുപോലെ തന്നെ നമ്മുടെ അനീഷ മാം, ഇങ്ങനെ പല 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 പേര് പറയാത്ത ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാം, നമ്മുടെ റിയാസ്, തിരുവനന്തപുരത്തിലെ റിയാസ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിലെ മനോഹരമായ ക്ലാസ്സുകൾ നോട്ട്സിലൂടെ നമ്മൾ കൊടുക്കുന്നു. ഇനിയും പുതിയ പുതിയ റിസോഴ്സ് നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. നമ്മൾ അത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും. അത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ കൈത്താങ്ങ് നൽകുകയാണ്. ഇനി അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളെ ക്ലിപ്തപ്പെടുത്തിയിട്ട് ഞാൻ കുറച്ച് ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ആരെങ്കിലും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. യെസ്, ചോദിച്ചോളൂ. ഹലോ സർ. ചോദിച്ചോളൂ മിസ്. ഞാൻ സഹദ, മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം കോണാമ്പാറ. ഓക്കെ, എവിടെയാണ് അത് വരുന്നത്? മലപ്പുറം ജംഗ്ഷനിലെ, മലപ്പുറം അങ്ങാടി തന്നെയാണ്. ഓക്കെ, ടൗണിൽ തന്നെ അല്ലെ? KSRTC അടുത്ത് തന്നെയാണോ? അവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഒന്ന് ഫേസ് തന്ന് സംസാരിച്ചാൽ വിരോധം ഉണ്ടോ? ഇല്ല. എന്നാ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ 2021 എക്കണോമിക്സിന് PGക്ക് അഡ്മിഷൻ എടുത്തതാണ്. MEC ബുക്സ് MEC. ഓക്കെ, ഏതാണ് സ്റ്റഡി സെന്റർ? PSM ആണ്. ഓക്കെ. അപ്പൊ ബുക്സ് വന്നതില് 105 പകരം 205 വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് സ്റ്റഡി സെന്ററിലെ ഗ്രൂപ്പിലെ എല്ലാവർക്കും അങ്ങനെ തന്നെ ബുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വടകരയിൽ അന്വേഷിച്ച് നോക്കിയാലും അവർക്ക് അതിനെ കുറിച്ച് അറിയുണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഗ്രൂപ്പിലൊന്നും ആർക്കും അറിയില്ല അതെന്താണ്. 105 ബുക്ക് ശരിക്കും ഞങ്ങൾക്കുള്ള പേപ്പർ, പക്ഷെ അതിൽ വന്നത് 205. ഓക്കെ, ഈ വിഷയം നമ്മൾ നേരിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ചാറ്റ് ചെയ്തതിനു പക്ഷെ റിപ്ലൈ കിട്ടിയില്ല. ഞാനത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചു. അപ്പൊ ഞാൻ എന്താണ് ഉത്തരം